ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു അമൽ. ഹെവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നത് യാത്രയെക്കുറിച്ചും യാത്ര പോകുമ്പോൾ അവിടെ താമസിക്കുന്ന താമസ സൗകര്യത്തെക്കുറിച്ചും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് മൂന്നാറത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാറത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ മൂന്നാർ രാവിലെ ഒരു 10 മണിക്ക് നമ്മൾ ടൗണിൽ രാവിലെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു ഫുൾ ഡേ കാണാൻ പറ്റിയ സ്ഥലങ്ങളെക്കുറിച്ചായിരുന്നു. അത് വട്ടവട വരെ എത്തി നമ്മൾ നിർത്തിയതാണ് കഴിഞ്ഞ വീഡിയോ. അപ്പോൾ വട്ടവടയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിന്ന്. അപ്പം വട്ടവട വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനുള്ളത്, അതുപോലെ വാട്ടർഫാള്, ജീപ്പ് സഫാരി, അവിടുത്തെ ആക്ടിവിറ്റീസ്, മഡ് ഹൗസ്, സ്റ്റേ, അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വട്ടവട വന്നാൽ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലവും അതുപോലെ കാണാനുള്ള സ്ഥലങ്ങളും. അപ്പോൾ വട്ടവട 1-2 ദിവസം ഫുള്ള് കാണാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മൂന്നാർ ടൗണിൽ നിന്ന് തുടങ്ങി വട്ടവട വരെ നിർത്തിയ ആ ഒരു വീഡിയോയിൽ നമ്മളിത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ തുടങ്ങുന്നു. നമ്മൾ വട്ടവടയിലെത്തി ആദ്യം കാണാൻ പോകുന്നത് ഹണി ഹൗസ് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാർഡനും അതുപോലെ ഹണിയുടെ പ്രോഡക്ട്സും കാര്യങ്ങളും സ്ട്രോബറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സ്ട്രോബറി കാണാനായിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് കയറിയത്. റോഡിൽ നിന്ന് തന്നെ നമുക്ക് സ്ട്രോബറി ഫാം എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത് കേട്ടോ. ഇവിടെ എല്ലാം ഫ്രീ വിസിറ്റാണ് കേട്ടോ. ഞാനിവിടെ വന്നത് ഓഗസ്റ്റ് മാസം ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് നമ്മുടെ സ്ട്രോബറിയുടെ സീസണോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രോബറീസ് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഓഫ് സീസൺ എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഇവിടെ അന്വേഷിച്ചപ്പോൾ ലോക്കലി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ സീസണായിട്ട് അങ്ങനെ പറയാനില്ല. ഒരു ചെടി, അതായത് ഒരു പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴാണ് ഇതിനകത്ത് കായ് വരുന്നത്, അത് പൂ വന്ന് കായ്ക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്ലാന്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ടൈം പീരീഡിൽ ഒരു 3 months ഗ്യാപ്പിലായിരിക്കും ഇത് വരുന്നത് കേട്ടോ. എന്തൊക്കെ ഇവിടെ ഉള്ളത് എന്ന് പറയൂ. ഇവിടെ ഉള്ളത് വൈനുണ്ട്, ജാമുണ്ട്, തേനുണ്ട്. തേനിൽ തന്നെ വെറൈറ്റികളുണ്ട്. പ്രോസസ്സ് ഇഞ്ചി, കാന്താരി, പിന്നെ വെളുത്തുള്ളി, സ്ട്രോബെറി ഉണ്ട്. പിന്നെ ചെടികളൊക്കെ ഉണ്ടല്ലേ? ചെടികളൊക്കെ ഉണ്ട്. ടൈമിംഗ് വെച്ച് ടൈമിങ് ഇല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. ഫ്രീ വിസിറ്റ്. ആ ഒരു സ്ട്രോബെറി ഗാർഡൻ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടവടയിലുള്ള ഹണി മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. 50 രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് ഇതിനകത്തേക്ക് വരുന്നത്. ഈ ഫീമെയിൽ ആണെങ്കിൽ കൂടിനെ പാതുകാക്കുന്നത് ഹണി പൂമ്പിടിക്ക് കളക്ട് ചെയ്യുന്നതൊക്കെ ഇതിന്റെ പണിയാണ്. അതെടുത്തോണ്ട് വരുന്ന ഹണി പൂമ്പിടിക്ക് കളക്ട് ചെയ്തിട്ടാണ് മെയിലിന്റെ പണി. കൂട്ടിലിങ്ങനെ മടിയും പറഞ്ഞാണ് വിൽക്കുന്നത്. ഇത് റാണിമാർ മെയ്ഡ് ചെയ്യുന്നത് കൂടി ഇതൊക്കെ ഹെം ചെയ്യുന്നു. ഇത് റാണി തേനിച്ചാണ് ഒരു ദിവസത്തിൽ 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാവണം. ഇല്ലാന്ന് ഈ ഫീമെയിൽ തോന്നുവാണെങ്കിൽ ഈ ഫീമെയിൽ അവരെ കൊണ്ടു വന്നിട്ട് വേറെ പിന്നെ സെർച്ച് ചെയ്തെടുക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫീമെയിൽ പീസിൽ പ്രായം കുറഞ്ഞ പീസുണ്ട്, അഡൽട്ട് ബി. അവർ വെമ്പിൽ ഒരു ഗ്രൗണ്ട് ആവും, അതാണ് റോയൽ ജെല്ലി. റാണി തേനിച്ചയുടെ മെയിൻ ഫുഡ് റോയൽ ജെല്ലിയാണ്. അത് കളിക്കുന്നത് കൊണ്ടാണ് അവർ 5 വർഷം ജീവിച്ചിരിക്കുന്നതും മറ്റേ പെനിച്ചിലെക്കാട്ടിലും വലുപ്പം കൊടുക്കുന്നതും. ആ രാജ്യം നമുക്കും കളിക്കാം. നമ്മൾ കളിക്കുന്നുണ്ട് യുവത്വം, ആരോഗ്യം, സൗന്ദര്യം ഒക്കെ നിലനിർത്താൻ പറ്റും. ആ റോയൽ ജെല്ലി കൂട്ടിൽ നല്ല സ്ട്രോങ് ആണ് നോക്കി ബീഡ് ചെയ്ത് ഒരു 16 ദിവസം ആകുമ്പോൾ ഒരു എഗ് പ്രൊഡ്യൂസ് ആകും. അങ്ങനെയാണ് അവർ എപ്പോഴും കുയിനെ സെർച്ച് ചെയ്യുന്നത്. ഈ തേനീച്ചൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോൾ നോസ് സൗണ്ട് കേൾക്കുന്നില്ലേ? ഒരു നാലില് 1 മിനിറ്റിൽ 12,400 തവണയാണ് അവർ വിൻസ് അടിക്കുന്നത്. ഈ തേനീച്ചൊക്കെ ഹണി എടുക്കാൻ പോകുന്ന ടൈമിൽ 2 ടൈപ്സ് ഡാൻസ് മെത്തേഡ് ഉണ്ട്. പൂക്കളിൻ്റെ അടുത്ത് ഹണി ഉണ്ടെങ്കിൽ അവർ റൗണ്ട് ഷേപ്പിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒത്തിരി ദൂരെയാണെങ്കിൽ വാഗിൾ ഷേപ്പ് 8 ഷേപ്പിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴും ഫീമെയിലാണ്. ഫീമെയിൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിൽ എത്താൻ ചെയ്യുന്നത്. മെയിലും ഫീമെയിലും ലൈഫ് എന്ന് വെച്ചാൽ 2 months ഉള്ളൂ. റാണി തേനീച്ചയ്ക്ക് മാത്രമേ 5 years. ഇത് ഇൻക്ലൂഡ് ചെയ്ത ഒരു വിഷ്വൽ ഉണ്ട്, അത് നോക്കിയിട്ട് നെക്സ്റ്റ് ചെയ്യണം. ഈ തേനീച്ചയുടെ ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. തേൻ എടുക്കുന്നതും അതുപോലെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം ഒരു ഹോളിലേക്ക് ഇരുത്തിയിട്ട് ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. ഇതൊക്കെയാണ് ഇതിനകത്ത് തേൻ എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടതിന് ശേഷം അടുത്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്റ്റാളാണ്. ഇതിനകത്ത് ഈ ഹണിയുടെ പല പ്രോഡക്റ്റുകളും, ഹണിയുടെ മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. തേയിലയുണ്ട്, അതുപോലെ സ്പൈസസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് കണ്ടതിന് ശേഷം ഈ ഒരു ഹണി ബി മ്യൂസിയത്തിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡിലായിട്ട് ഒരു സ്ട്രോബറി ഫാം ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രീ വിസിറ്റാണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു അവർ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു വലിയ വിശാലമായിട്ടുള്ള ഫാമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ഈ സ്ട്രോബെറി ഗാർഡൻ നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു കോട്ടേജാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നത് കേട്ടോ. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവർ കുറച്ച് ഹട്ടുകളൊക്കെ പണിയുന്നുണ്ട്. അപ്പം വട്ടവട വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇനി മുമ്പോട്ട് കാണാൻ പോകുന്നത്. നേച്ചർ സൈൻ എന്നാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വരുന്നത് കേട്ടോ. ഹണിബി മ്യൂസിയം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്ക് അകത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ കോട്ടേജിലേക്ക് എത്താം. ഒരു നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ പാർക്കിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ആ ഒരു മലനിരകളും കാര്യങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെ കാണാം. അവിടെ നടന്ന് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ കാണാം. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ലൈനിലായിട്ട് അവർക്ക് കണ്ടോ പല റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ ഒരു ഡോർ തുറന്ന് ആദ്യത്തെ റൂമിലേക്ക് കയറുമ്പോൾ ഇതൊരു ഡബിൾ റൂമാണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഫർണിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. 2-3 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള റൂമാണ്. കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ലോ ബഡ്ജറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻറ്റ് റൂംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ കപ്പിൾസായിട്ട് വരുന്നവർക്കും നല്ല സ്പോട്ടാണ് കേട്ടോ. ഗ്രൂപ്പായിട്ട് പറയാൻ കാര്യം ഒറ്റ ലൈനിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുക്കുന്ന പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിനും ബാർബിക്യൂനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. തൊട്ട് ഫ്രണ്ടിൽ നിന്നുള്ളൊരു അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ആ സ്ട്രോബെറി ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ആ മലനിരകളും ആ തട്ടായിട്ടുള്ള കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പിന്നെ നേരത്തെ കാണാൻ പോയതല്ലാതെ ഈ ഒരു കോട്ടേജിൻ്റെ തൊട്ട് താഴായിട്ട് കണ്ടോ ഇവിടെയും ഒരു സ്ട്രോബെറി ഗാർഡൻ നമുക്ക് കാണാം. ഇവിടെ ഇറങ്ങി നമുക്ക് പോയി ഇത് കാണുകയും ഇതിനകത്ത് ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. റൂംസ് മാത്രമല്ലാതെ ഈ സൈഡിലായിട്ട് ഇവർക്ക് കുറച്ച് ഹട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ പണി നടക്കുമായിരുന്നു ഞാൻ പോയ സമയത്ത്. ഇപ്പം ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 28-ാം തീയതി 9-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ കോട്ടേജുകളും ഹട്ടുകളും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് പ്രോപ്പർട്ടി ഫുൾ റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് കോട്ടേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ പാർക്കിങ്ങിനോട് ചേർന്നൊരു ക്യാമ്പ് ഫയർ ഏരിയ നമുക്ക് കാണാം. അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മളൊരു 7 മണിയാകുമ്പോഴത്തേക്കും ക്യാമ്പ് ഫയറും മ്യൂസിക്കും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. റേറ്റിനെ കുറിച്ച് പറയുന്നില്ല, കാരണം അത്യാവശ്യം ലോ ബഡ്ജറ്റാണ്. പക്ഷേ റേറ്റ് ഫിക്സഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ റേറ്റ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നേച്ചർ സോൺ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് പഴത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് നമ്മുടെ വട്ടവടയിൽ നിന്ന് തന്നെ ഒരുപാട് ടോപ്പിലേക്ക് കയറി പോകുന്ന ഒരു കൃഷി സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സ്ട്രോബെറി വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് താഴത്തെ ആ ഒരു കൃഷി സ്ഥലങ്ങൾ ആ വട്ടവട ടൗണിൻ്റെ ഒക്കെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങോട്ടേക്ക് നമുക്ക് ജീപ്പ് ആവശ്യമുള്ളവർക്ക് ജീപ്പ് എടുത്തിട്ട് വരാം. നമ്മുടെ കാറിൽ തന്നെ വരാൻ പറ്റുന്നവർക്ക് കാറിൽ തന്നെ വരികയും ചെയ്യാം. ഇവിടെ ഒരു സ്ട്രോബെറി ഗാർഡൻ നമുക്ക് കാണാം ടോപ്പിൽ വന്നപ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ഗാർഡനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു സ്ട്രോബെറി ഗാർഡനിലേക്ക് എൻട്രിക്ക് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ ഏത് ഗാർഡനിലേക്കും എൻട്രി കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയറി കണ്ടതിന് ശേഷം അവരുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്ട്രോബെറി ജാമും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ നല്ല രീതിക്ക് ഒരു ഹൈടെക് രീതിയിലാണ് ഈ ഒരു ഫാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഒരു മോഡേൺ സ്റ്റൈലാണ് കേട്ടോ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കണ്ടിടത്തേക്കാളും കുറച്ചുകൂടെ അധികം സ്ട്രോബെറീസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ട്രോബെറി ഇവിടുന്ന് മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ചെറിയൊരു ബോക്സിനകത്ത് അവർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഫ്രഷ് ആയിട്ട് സ്ട്രോബെറി പറിച്ച് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഈ സ്ട്രോബെറി ഗാർഡനെ കുറിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ പൂനെയിൽ നിന്നാണ് ഇതിൻ്റെ തൈകളൊക്കെ കൊണ്ടുവരുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഏകദേശം 6 മാസമാണ് ഒരു പ്ലാന്റിൻ്റെ ലൈഫ് വരുന്നത്. 3 മാസം നട്ട് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രോബെറി ഇവിടുന്ന് മേടിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സ്ട്രോബെറിയുടെ ജാമും കാര്യങ്ങളും വൈനും ഒക്കെ നമുക്ക് ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് 250 ഗ്രാമോ 1 കിലോ 1 കിലോ ഒക്കെ സ്ട്രോബെറി നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ട് പോകാം. ഞാനിവിടെ വന്ന സമയത്ത് ഏകദേശം 800 രൂപയായിരുന്നു 1 കിലോയ്ക്ക് ഒരു വില പറഞ്ഞത് കേട്ടോ. അപ്പോൾ സീസൺ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമെന്ന് അവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന സ്ട്രോബെറി ഗാർഡൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടുന്ന് കുറച്ച് സ്ട്രോബെറി ഒക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം നമ്മളിത് വട്ടവടയിൽ നിന്ന് നേരെ പഴത്തോട്ടത്തിലേക്ക് പോയ വഴി തന്നെ തിരിച്ച്, അതായത് നമ്മൾ മുകളിലേക്ക് വന്ന വഴി തന്നെ തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് കുറേ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയി സ്ട്രോബെറി ഗാർഡൻ കണ്ടതിന് ശേഷമാണ് തിരിച്ച് വന്ന് വ്യൂ പോയിൻറ്റിലൊക്കെ വണ്ടി നിർത്തുന്നത് കേട്ടോ. ഇവിടുത്തെ ശരിക്കും പഴത്തോട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് മുകളിലേക്ക് പോകണമായിരുന്നു. അവിടോട്ട് നമ്മുടെ കാറ് പോയില്ല, നമ്മൾ കാറിലാണ് വന്നത്. അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് ജീപ്പ് എടുത്ത് വരാം. വട്ടവടയിൽ നിന്ന് തന്നെ ജീപ്പ് എടുത്ത് ഫുള്ളായിട്ട് അവിടുന്ന് ഓഫ് റോഡ് ഒക്കെ പോയി ഇതെല്ലാം കണ്ടതിന് ശേഷം വാട്ടർഫാളും അതുപോലെ പഴത്തോട്ടത്തിൻ്റെ ആ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വരാം. ഏകദേശം ഇതേ വ്യൂ ഒക്കെ ആണെന്നാണ് ലോക്കലി ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു തന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ട നേച്ചർ സോൺ റിസോർട്ടൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ.
ആ ഒരു വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വാട്ടർഫാളിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് ഇറങ്ങിപ്പോയി വാട്ടർഫാൾ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാട്ടർഫാളിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു ഫ്രെയിമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ വീതി കുറഞ്ഞൊരു ചെറിയൊരു വഴിയിലൂടെ നടന്നാണ് നമ്മൾ വാട്ടർഫാൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ദൂരെ ആ വെള്ളം വീഴുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഇത് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല മനോഹരമായിട്ടൊരു വാട്ടർഫാൾ ആയിരുന്നു കേട്ടോ. ഇവിടേക്ക് ഇറങ്ങി വരുമ്പോൾ അധികം തിരക്കും തിക്കൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും വാട്ടർഫാൾ ആണെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മനോഹരമായ നല്ലൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ഇത് വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒരു മഡ്ഡോസായിട്ട് തോന്നിയെങ്കിലും ഇതിനകത്ത് വെളുത്തുള്ളി ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. വട്ടവടയൊക്കെ കണ്ട് നേരെ ടോപ്പ് സ്റ്റേഷൻ വഴി നേരെ താഴെ നമ്മുടെ മൂന്നാർ ടൗൺ എത്താറായപ്പോൾ വഴിയരിയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നിൽക്കുന്നൊരു കാഴ്ച. ശരിക്കും വട്ടവടയിലാണ് ഈ ഒരു കാഴ്ച പ്രതീക്ഷിച്ചെങ്കിലും നമുക്കത് മൂന്നാർ ടൗൺ എത്താറായപ്പോഴാണ് കിട്ടിയത് കേട്ടോ. ഏകദേശം ഒരു 6:30 കഴിഞ്ഞു ഞാൻ ഈ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് കാണാൻ കിട്ടി കേട്ടോ കാട്ടുപോത്തിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പോൾ അതേ കാട്ടുപോത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നേരെ മൂന്നാർ ടൗണിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ അതേ മൂന്നാർ വരുന്നവർക്ക് ഏകദേശം ഐഡിയ കിട്ടുന്ന രീതിയിലാണ് കഴിഞ്ഞ 2 വീഡിയോസും ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്, ഒരു ട്രാവൽ ഗൈഡ് പോലെ. അപ്പോൾ അതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് നേരെ മൂന്നാർ ടൗണിലേക്കാണ് പോകുന്നത്. താങ്ക്